ഒരു സിവിൽ കേസ് ഉണ്ടായിരുന്നു. അത് 15 വർഷമായിട്ട് ഞാൻ തന്നെയായിരുന്നു കൊണ്ട് നടത്തിയിരുന്നത്. അത് ഇവിടെ വന്നിട്ട് 6 മാസം ഞാൻ ഇവിടെ സേവനം മരിച്ചപ്പോഴേക്കും അതിന്റെ വിധി വന്ന് ഇപ്പൊ എല്ലാം ശരിയായി കിട്ടി. അത് സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാനെന്നുള്ളത് തൃക്കോവിൽ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടിലെ കുണ്ടുവമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത്. 16 മൈൽ സ്റ്റോപ്പിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ദൂരം ഉള്ളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം. എന്തായാലും ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറയാൻ ഇതിന്റെ ആളുകളും കമ്മിറ്റിക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ചരിത്രവും അതുപോലെ ഇതിന്റെ ഒരുപാട് ഐതിഹ്യങ്ങളും ഇവിടുത്തെ വഴിപാടുകൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് കേട്ടത്. അപ്പൊ അതൊക്കെ ഇവരോട് ചോദിച്ചറിയാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ യൂട്യൂബിൽ സുധീഷ് ചെമ്പകശ്ശേരി വ്ളോഗ്സ് മീഡിയ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കിട്ടും. അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇവരോട് ചോദിക്കാം കേട്ടോ. എൻ്റെ പേര് രാമേന്ദ്രൻ. ഈ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് വീട്. ഈ ക്ഷേത്രം വളരെ പുരാതനമായിട്ട് ഏകദേശം 2500 വർഷം മുമ്പ് ഉള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പൊ ഈ ക്ഷേത്രത്തിൽ ഞാൻ പണ്ട് മുതലേ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ മുന്നേ നടത്തിയിരുന്ന അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ സംബന്ധമായിട്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ തുടർന്ന് നടത്താൻ പറ്റാതെയായി. ആ സമയത്ത് ഇദ്ദേഹം ഇവിടെ PT ഗോപാലകൃഷ്ണൻ ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹമായിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. അദ്ദേഹം പലതവണ എന്നോട് ചോദിച്ചു നടത്താൻ പറ്റുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറേ പ്രായോഗിക എൻ്റെ അമ്മ വയസ്സായിരിക്കുകയാണ്, അമ്മയെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയി. പക്ഷേ അന്ന് രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായി. നിങ്ങളത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. രാത്രി ഒരു 1:30 മണി സമയത്ത് വീട്ടിലൊരു നാഗം വന്നു. പക്ഷെ അത് പത്തി വിടർത്തെ ഒന്നും ചെയ്യുന്നില്ല. വളരെ സൈലന്റ് ആയിട്ട് തല താത്തി മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. എന്നിട്ട് ഞാൻ അതിന് വെള്ളമൊഴിച്ച് പുറത്തേക്കാക്കി. ആ സമയത്തിന് ശേഷം പിറ്റേ ദിവസം വന്നിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ ഈ അമ്പലത്തിന്റെ ചുമതല ഏൽക്കാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ അമ്പലത്തിൽ എത്തിപ്പെട്ടത്. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ആ നിത്യകാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം നമ്മൾ ഈ കൊറോണ ഒരു കാലഘട്ടത്തിലായിരുന്നു. ആദ്യം നമ്മൾ ആരും വരാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് നമ്മൾ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് 5 ആളാണ്. അതായത് മുരുകൻ, ശ്രീകൃഷ്ണൻ, ശാസ്താവ്, ഗണപതി, ശിവൻ. ഈ 5 ആൾക്കും 5 ദിവസം ഞങ്ങൾ ഓരോ വഴിപാടുണ്ടാകും. ആഴ്ചയിൽ ഒരു ദിവസം. ഇത് ഞങ്ങൾ ആൾക്കാരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അവരൊന്ന് പൈസ മേടിച്ച് അങ്ങനെയാണ് ഈ അമ്പലം മുന്നോട്ട് വന്നത്. അതിനുശേഷം പല ആൾക്കാരും മുന്നോട്ട് വന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ഒരു ഭജന നടത്തണം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അപ്പോൾ നമ്മൾ 30 ചൊവ്വ ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് അമ്പലത്തിലെ ഒരു സത്സംഗമുണ്ട്. അവരെ സമീപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നടത്തിത്തരാം. അപ്പം 30 ചൊവ്വാഴ്ച എല്ലാ ദിവസവും ഇവിടെ ഭജനയുണ്ട്. അതിനുശേഷം ഈ 2 മാസമായിട്ട് വാരം തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മളെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വാരസദ്യ ഉണ്ട്. അതായത് അതിപ്പോൾ 2 മാസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഒരു മാസത്തിൽ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് വാരം നടത്തുന്നത്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനൊന്നുമില്ല. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. അപ്പൊ അതിൽ കുറെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. കാരണം ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ സഹകരിച്ചാൽ കൂടുതൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളായ ഗുരുവായൂര്, ശബരിമല എന്നീ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിനൊക്കെ നല്ല ഭീമമായ സംഖ്യയും വരുന്നുണ്ട്. നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രമായ നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ഭക്തജനങ്ങളും വന്നിട്ട് അവിടുത്തെ പ്രോത്സാഹനം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരാനുണ്ട്, വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ഒരു 60 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. പിന്നെ ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ്, നല്ല മനസ്സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. പ്രകൃതി രമണീയം എല്ലാം കൂടിയിട്ട് നല്ല ഒരു സന്തോഷം കിട്ടാറുണ്ട്. പിന്നെ അതിന് മാത്രം അർഹിക്കുന്ന ഒരു ഒരു അർഹിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രചാരം കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. മൊത്തത്തിൽ നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. മുരളിമാഷ് തൃക്കോവിൽ ക്ഷേത്രം എന്ന പേരിൽ പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ചുറ്റുപാടുമുള്ള സജ്ജനങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല നിലയിലുള്ള പുരോഗതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
സുബ്രഹ്മണ്യ സ്വാമി, അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണ മുതലായ പ്രധാനപ്പെട്ട ആരാധനയ്ക്ക് പറ്റുന്ന സൗകര്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. തൈപ്പൂയം അതിഗംഭീരമായി ഇവിടെ കൊണ്ടാടുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് അണിമ എന്ന് പറയുന്ന ഒരു മണ്ഡപം ഉള്ളതുകൊണ്ട് ഭക്ഷണ വിതരണവും അതുപോലെ മറ്റ് ചോറൂണ്, അതുപോലുള്ള പിറന്നാൾ ആഘോഷങ്ങൾ, അതുപോലെ ഭക്തജനങ്ങൾക്ക് താല്പര്യമുള്ള വഴിപാടുകൾ, അന്നദാനം മുതലായവ നടത്താൻ ഇവിടെ വളരെയധികം സൗകര്യമുണ്ട്. സൗജന്യമായി നമുക്ക് അന്നദാനമായാലും വേണ്ടില്ല, അതുപോലെ തന്നെ മറ്റ് കല്യാണങ്ങൾ വരെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഇതിനോടനുബന്ധിച്ച് നല്ലൊരു കുളം നമുക്ക് കാണാം. ആ ക്ഷേത്രക്കുളം തന്നെ ഇതിൻ്റെ ഒരു ഐശ്വര്യമാണ്. ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയുമായി വളരെയധികം പുരോഗതി ചുറ്റുമുള്ള ജനങ്ങൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിലെല്ലാം യാത്രകളെല്ലാം സംഘടിപ്പിച്ച് ആളുകളെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നതിനും മറ്റും സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ കൂടെ പ്രഭാഷണങ്ങളും മറ്റും നടത്തിയിട്ടും സപ്താഹങ്ങൾ നടത്തിയിട്ടും ആളുകളെ ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന പല പരിപാടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ കാലമായി പ്രത്യേകതകളുള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്ന് ദർശനം നടത്താറുണ്ട്. എനിക്ക് വളരെ തൃപ്തിയോടെ ദർശനം നടത്താൻ പറ്റുന്ന ഒരു അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടിരിക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും സൗകര്യമുള്ള സന്ദർഭങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അവർക്ക് ഐശ്വര്യമുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി. നമസ്കാരം. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 4-5 വർഷം മുമ്പാണ് വന്നത്. വന്നപ്പോൾ മുതൽ എനിക്ക് കൂടുതൽ താല്പര്യം ഈ അമ്പലത്തിനോടും ദൈവത്തിനോടും, അങ്ങനെ മുരുകനിൽ നല്ല വിശ്വാസമുള്ള ഒരു ആളാണ് ഞാൻ. നല്ല സംതൃപ്തിയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ് പോകുമ്പോൾ. നമുക്ക് മാനസികമായും ശാരീരികമായും നല്ല സന്തോഷം കിട്ടുന്ന ഒരു നല്ല സ്ഥലമാണ് ഇവിടെ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ പുറമേ ആയാലും ഉള്ളായാലും പണ്ടുകാലം ഇതിന് ഇത്രയൊന്നും പ്രോഗ്രസ് ഇല്ലായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായുള്ള ഇത് ഇത്ര ഇമ്പ്രൂവ് ആയിട്ട് ഇപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ വരികയും പോവുകയും നല്ല കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുകയും വഴിപാടുകളും ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. എനിക്ക് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നും വരണമെന്നുള്ള ഒരു തോന്നലുണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞാൻ ഈ അമ്പലത്തിലേക്ക് വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു 10 കൊല്ലങ്ങളായിട്ടാണ്. അതിൻ്റെ മുമ്പ് ആ സമയത്ത് വന്ന സമയത്ത് അമ്പലം വന്നിട്ട് വളരെ ഒരു ഇതായിരുന്നതാണ്. പുതിയ കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കുന്ന അമ്പലം നല്ല ഏറ്റവും ഈ പ്രദേശത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അമ്പലമായി മാറിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് തൈപ്പൂയം വളരെ വിശേഷമാണ്. ഇവർ വളരെ ഇതായിട്ടാണ് ആഘോഷിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ള പുതിയതായിട്ടുള്ള ഒരു ധാര നമ്മൾ ചെയ്യുന്നത്, ധാര പറഞ്ഞ ഒരു ചെറിയ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. ആ ധാര വന്നിട്ട് വളരെ വിശേഷമാണ്. ഒരുപാട് ആളുകൾ ചെയ്യണമുണ്ട്. ആ ധാര നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ നാളിന് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വന്നിട്ട് നല്ല ഒരു ഐശ്വര്യം, കുടുംബത്തിൽ ഒരു നല്ല ഒരു ഇതുണ്ടാവും എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല ഈ പ്രദേശത്തെ ഏറ്റവും നല്ല ഒരു അറിയപ്പെടുന്ന ഒരു അമ്പലമാവും മാറും ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഒരുപാട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ എന്താ പറയുക, കുറേ പൂജകളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ നല്ല ഒരു അമ്പലമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ വരാറുള്ളതാണ്. പുരാതനായിട്ട് നടത്തി വരുന്ന ക്ഷേത്രമാണ് സുബ്രഹ്മണ്യസ്വാമിയാണ്. സുബ്രഹ്മണ്യസ്വാമി ഗുരുവായൂരപ്പനും ശിവനും ഗണപതി അയ്യപ്പസ്വാമി 5 മൂർത്തി ഉള്ള ക്ഷേത്രമാണ്. പുരാതനായിട്ടുള്ളതാണ്. ഞങ്ങൾ ഇവിടെ മാല കെട്ടിയിട്ടാണ് ജീവിതം നയിക്കുന്നത്. ഇവിടെ മാല കെട്ടി ഇപ്പൊ ഭക്തജനങ്ങളൊക്കെ വരാൻ തുടങ്ങി. വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ വാഹനങ്ങളൊക്കെ മാർത്തെത്തും. അതുപോലെ സ്വാമിക്ക് കഴിയണ വഴിപാടുകളൊക്കെ ഇപ്പോൾ നന്നായി നടന്നു വരുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് ശിവനും ഗുരുവായൂരപ്പനും അയ്യപ്പനും ഗണപതി എല്ലാവരും ഉണ്ട്. 5 മൂർത്തി അമ്പലമാണ്. നമസ്കാരം. ഞാൻ രജനി അച്ചാരത്ത്, രജനി വെള്ളിയത്ത് എന്നാണ് എൻ്റെത്. പക്ഷെ എൻ്റെ ഫേസ്ബുക്ക് ID രജനി അച്ചാരത്താണ്. അപ്പോൾ ഞാനിവിടെ 4 വർഷമായിട്ട് ഞാനിവിടെ വന്ന് അമ്പലത്തിൽ വന്നിട്ട്
ഗാനമേള നടത്താറുണ്ട്. 4 വർഷമായി. ഈ വർഷത്തെ അതിഗംഭീരമായിട്ട് തന്നെ നടത്താനുള്ള അനുഗ്രഹം ഭഗവാൻ തന്നു. ഈ 4 വർഷമായിട്ടാണ് ഞാൻ ഈ അമ്പലത്തിലേക്ക് കൂടുതലായിട്ടും വരുവാനും ഇവിടെ വന്ന് പരിപാടികൾ ചെയ്യുവാനൊക്കെ തുടങ്ങിയത്. ഇവിടെ നല്ലൊരു അമ്പലമാണ്. നമ്മുടെ തൃക്കോവിൽ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 5 ഭഗവാന്മാരുടെ സാന്നിധ്യം നല്ല ഇതാണ്. ഇവിടെ എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് സാധിച്ചു തരും. അത്രയും നല്ലൊരു അമ്പലമാണത്. അപ്പൊ ഇവിടെ ഒരുപാട് ഭക്തരും എല്ലാവരും ഒരു ദൂരത്തു നിന്ന് പോലും നമ്മുടെ ഇവിടെ വന്നിട്ട് തൊഴുതു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലത്തിന്റെ തൊട്ട് അണിമ ഓഡിറ്റോറിയത്തിൽ എൻ്റെ ഗുരുനാഥനായ ഉണ്ണിമാഷ് ഇവിടെ ഇപ്പോൾ കുറച്ച് പഠിതാക്കളെയൊക്കെ വെച്ചിട്ട് അരങ്ങേറ്റമൊക്കെ കഴിച്ചു. അമ്പലത്തിൽ വെച്ചിട്ട് നമ്മുടെ ഈ തൃക്കോവിൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെ അരങ്ങേറ്റം കഴിച്ചു. അത് അതിഗംഭീരമായിട്ട് തന്നെ നടത്തുവാൻ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങള് തൊട്ട് അടുത്ത വീടായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അമ്പലത്തിൽ ഭയങ്കര വിശ്വാസമാണ്. എല്ലാവരോടും ഞങ്ങൾ പറയാറുണ്ട് ഈ അമ്പലത്തെ കുറിച്ചിട്ട്. അപ്പൊ ഈ അമ്പലം അത്രയും അതിവിശേഷമായിട്ട് ഇതാണ്. ഇനിയും ഈ അമ്പലം ഇതിലായിട്ട് മുന്നോട്ട് പോവാൻ എല്ലാ അനുഗ്രഹം ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിനു കണ്ണായ കണ്ണാ, കണ്ണിനു കണ്ണായ കണ്ണാ, നീ എൻ ഗുരുവായൂർ വാഴും താമര കണ്ണാ, കണ്ണിനു കണ്ണായ കണ്ണാ, ഈരേഴു ലോകവും നിന്നെ കാണാൻ ഇരവും പകലും തേടുന്നു, ഈരേഴു ലോകവും നിന്നെ കാണാൻ ഇരവും പകലും കാണുന്നു. എനിക്ക് നന്നായിട്ടേ ഉള്ളൂ. ഇവിടെ ഈ വീടായിരുന്നു എൻ്റെ. അവിടെ വിറ്റ് പോയിട്ട് 5-6 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ സ്ഥലം എടുത്ത് വീട് വാങ്ങി. സ്വാമി എന്നെ ഇങ്ങോട്ട് തന്നെ കൊടുന്നു. അതാ മുമ്പേ 3-3.5 മാസം കഴകണ്ടായിരുന്നു. ഇല്ല, അത്ര തന്നെ പറയാനുള്ളൂ. യാദൃശ്ചികമായി ഒരു ഉപാസനയ്ക്ക് വേണ്ടിയാണ് ഈ തൃക്കോവിൽ ക്ഷേത്രത്തിൽ ഞാൻ എത്തിച്ചേർന്നത്. സാധനയ്ക്ക് വേണ്ടി ഒരു ഇടം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു അത്ഭുതകരമായ ക്ഷേത്രം കണ്ടു. എന്തെന്നാൽ ഇവിടെ 5 മൂർത്തികൾ ഉണ്ട്. ഗണപതി ഭഗവാൻ, അതുപോലെ പത്നി സമേതനായ ശാസ്താവ്, ശിവ ഭഗവാൻ, പ്രധാനമായി 2 കോവിലുകളിൽ മുരുകസ്വാമിയും അതുപോലെ ഭരതസ്വാമി എന്ന രീതിയിൽ ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യവും ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഉപാസനയ്ക്ക് പറ്റിയ ഒരു ഇടമാണ്. എന്തെന്നാൽ നമ്മുടെ നവഗ്രഹ ദോഷ സമയത്ത് ഏതെങ്കിലും ഒരു ഗ്രഹം പിഴച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹത്തെ ഉപാസിച്ചിട്ട് കാര്യമില്ല. ശനി പിഴച്ചു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശനിയെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷമാണ് ഉണ്ടാവുക. പല ആൾക്കാരും ശനിയുടെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലാൻ പറയും. ശനിദോഷ കാലത്ത് അതൊന്നും ചെയ്യാതെ ആ ശനിയെ നിയന്ത്രിക്കുന്ന ശക്തികളായ ഹനുമാൻ, അതുപോലെ മുരുകസ്വാമി, ശിവഭഗവാൻ തുടങ്ങിയവരുടെ ഉപാസനകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ വ്യാഴം പിഴച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ സ്തോത്രമല്ല ചൊല്ലേണ്ടത്, മഹാവിഷ്ണു രൂപത്തിൽ. ഇവിടെ മഹാവിഷ്ണു ഉണ്ട്, ഭരത രൂപത്തിൽ ഉണ്ട്. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ചൊവ്വാദോഷത്തിന്, വിവാഹ തടസ്സങ്ങൾക്കൊക്കെയുള്ള ഒരു ഇതാണ്. അതുപോലെ രാഹുദോഷത്തിന് സുബ്രഹ്മണ്യ സ്വാമിയെയും നാഗങ്ങളെയും ഒക്കെ ഒരേ സമയം ഉപാസിക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഗ്രഹപ്പഴ സമയത്ത് ആ ഗ്രഹങ്ങളെയല്ല വണങ്ങേണ്ടത്. അതിനു പകരം ഈ ക്ഷേത്രത്തിൽ 5 മൂർത്തികളുണ്ട്. അതിൽ ഏത് മൂർത്തിയെ വണങ്ങിയാലും ഗണപതി ഭഗവാൻ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരും വിഘ്ന തടസ്സത്തിനാണ് കരുതുന്നത്. അതേസമയം കേതുദോഷ പരിഹാരത്തിന് വേണ്ടി ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുക, അതുപോലെ ഗണപതി ഹോമം, നെയ്വിളക്ക് എല്ലാം ചെയ്യാവുന്നതാണ്. അതായത് ഒരു ദുരിതം കൊണ്ട് വലയുന്ന ഒരു മനുഷ്യന് ഈ കലിയുഗത്തിൽ ഒരു സങ്കേതം തന്നെയാണ് ഈ സ്ഥലം. അതുപോലെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തുന്ന വേണ്ടി ഒരു 24 മണിക്കൂർ ധാര എന്നുള്ള ഒരു സങ്കല്പം, അത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ക്ഷേത്രത്തിലാണ്. അതിന് തന്നെ
പ്രതീക്ഷിച്ചതിൽ അധികം പങ്കാളികളാണ് വന്നിരിക്കുന്നത്. എന്തെന്നാൽ കാലത്ത് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ധാര പിന്നീട് അവസാനിക്കുന്നത് പിറ്റേ ദിവസം കാലത്താണ്. അത്രയും മഹത്തരമാണ്. അതുപോലെ പെട്ടെന്ന് കാര്യസാധ്യത്തിന് 24 മണിക്കൂർ ധാര ശിവഭഗവാന്, അതായത് പെട്ടെന്ന് ആക്സിഡന്റ് വന്ന് ICUയിലൊക്കെ കിടക്കുക, അതുപോലെ എത്രയോ വർഷമായിട്ട് കാര്യങ്ങൾ സാധിക്കാതിരിക്കുക തുടങ്ങിയതൊക്കെ 24 മണിക്കൂർ ധാര വളരെ ഫലം ചെയ്യുന്നുണ്ട്. അത് ഞാൻ സപ്താഹ പൂജാപാരായണങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. ഈ നാട്ടുകാരല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഇവിടേക്ക് തന്നത്. അമ്പലപ്പുഴ, ആലപ്പുഴ, വയനാട്, പത്തനംതിട്ട തുടങ്ങിയ നാട്ടിലുകാർ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഏൽപ്പിക്കുകയും അതേസമയം പലർക്കും കാലത്ത് ഏൽപ്പിച്ച് വൈകുന്നേരം കാര്യം നടന്നവരുണ്ട്. അതുപോലെ 2 or 3 ദിവസത്തിനുള്ളിൽ കാര്യം നടന്നവരുണ്ട്. അതുപോലെ ഒരാളുടെ മകള് ആക്സിഡന്റിൽ പെട്ട് 12 ദിവസത്തോളം ICUയിലായിരുന്നു. അവർ യാതൊരു പ്രതീക്ഷയും ഉണ്ടായില്ല. നമ്മുടെ ശിവന് 24 മണിക്കൂർ ധാര ചെയ്യാമെന്ന് പറഞ്ഞ് എന്താണ് എനിക്ക് സന്തോഷ കണ്ണീര് വരികയാണ്. അന്ന് വൈകിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞു അത്ര എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു, ഇവർക്ക് ശരിയായി എന്ന്. അപ്പോൾ ഈ മഹത്വം മനസ്സിലാക്കി എല്ലാവരും വന്ന് ഉപാസിക്കുക. കമ്മിറ്റിക്കാരോട് തന്നെ അന്വേഷിക്കുക. എന്തെന്നാൽ 30 ശനിയാഴ്ച ശാസ്ത്ര പ്രീതികരമായ പല കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ 30 ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകങ്ങളുണ്ട്. അതുപോലെ എല്ലാ ചൊവ്വാഴ്ചയും പാലഭിഷേകമുണ്ട്. അത് ഏതൊക്കെയാണ് അവനവൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാം തന്നെ ഭക്തജനങ്ങൾക്ക് നടത്താവുന്നതാണ്. കലിയുഗത്തിൽ ഏഴകൾക്ക് ഒരു ആശയസ്ഥാനം തന്നെയാണ് ഈ തൃക്കോവിൽ പഞ്ചമൂർത്തി മുരുകക്ഷേത്രം എന്ന് 100% എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ളതാണ്. ഈ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരൊക്കെ ഇവിടെ വന്ന് ചേർന്ന് വേണ്ട തരത്തിൽ വഴിപാടുകളൊക്കെ സമർപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.